ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളൊരു പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് ഇട്ട് നനച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറും ഒക്കെ ഒരുപാട് പോയി ഒരു പഴയ തുണി പോലൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ. അപ്പം അത് എങ്ങനെ പുതിയതായി എന്നും പുതുപുത്തനായിട്ടിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്കന്നൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിനകത്ത് 1 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഞാൻ പൊടിയുപ്പായിട്ട് കല്ലുപ്പാണെങ്കിൽ നന്നായിട്ട് അലിയണം, അതനുസരിച്ച് വേണം നമ്മൾ പിന്നെ തുണി ഇടാൻ പാടുള്ളൂ. എന്നിട്ട് ഞാനിപ്പം പൊടിയുപ്പായിട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ ഉപ്പ് നന്നായിട്ട് ആ വെള്ളത്തിൽ അലിയത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ടൊന്ന് അത് അലിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു ടീഷർട്ടാണ് കേട്ടോ. ഇത് അത്യാവശ്യം കളറും പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അന്നേരം നമ്മൾ നന്നായിട്ട് ഉപ്പ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കട്ടെ ഒരു അരമണിക്കൂർ കൂടുതൽ അങ്ങ് ഉപ്പ് വെള്ളത്തിൽ ഇടേണ്ട കാര്യമില്ല. നിങ്ങൾ വിചാരിക്കും ഉപ്പ് വെള്ളത്തിൽ ഇട്ടാൽ തുണി പൊടിഞ്ഞു പോകുന്ന, അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. ഇപ്പം തറയാണേലും ബാത്റൂമൊക്കെ കഴുകാൻ ശകലം ഉപ്പിട്ടാൽ നന്നായിട്ട് അത് നമ്മൾ പിന്നെ തേച്ച് കഴുകി കളയണമെന്നേ ഉള്ളൂ. നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കി. എത്ര കളറ് പോകുന്ന തുണിയാണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ശകലം കളറ് പോയേക്കാം, എന്നാലും ഒരുപാട് കളറ് പോകത്തില്ല. ഇപ്പം അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് ആ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം എടുത്ത് നന്നായിട്ട് ആ ഉപ്പിൻ്റെ അംശം എല്ലാ തുണിയിൽ നിന്ന് പോകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകാം. എന്നിട്ട് നമ്മൾ ഈ തുണിയൊക്കെ നനച്ച് കഴിഞ്ഞാലും ഒരുപാട് വെയിലത്തിട്ട് ഉണക്കരുത്. അത്യാവശ്യം തണൽ, ഒരുപാട് വെയിലായി കഴിഞ്ഞാൽ ഉണങ്ങി ഒരു പരുവ് ഭയങ്കര ചിലവരൊക്കെ ഡ്രസ്സ് എടുക്കത്തില്ല, അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല. തിരിച്ചിട്ട് ഉണക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ആ തുണിക്കൊക്കെ ലൈഫ് കിട്ടും, പുതിയതുപോലൊക്കെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന പോലൊക്കെ ഇരിക്കുമല്ലോ. നന്നായിട്ട് 3-4 വെള്ളത്തിൽ നന്നായിട്ട് ഒലച്ച് കഴുകണം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കംഫോർട്ടൊക്കെ ഇടാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്തായാലും നന്നായിട്ട് ഒലച്ച് അതിൻ്റെ ഉപ്പ് രസങ്ങളെല്ലാം കളഞ്ഞിട്ട് വേണം. ഇനി ഞാൻ ആ സോപ്പ് പൊടിയെല്ലാം കളഞ്ഞിട്ട് ഉപ്പും എല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ഇനിയും ഒലച്ചെടുക്കാം. 3-4 വെള്ളത്തിൽ നന്നായിട്ട് ഒലച്ചിട്ട് വേണം. ഒരുപാട് വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അന്നേരം അറിയാൻ പറ്റും. നമ്മുടെ ഡ്രസ്സൊക്കെ പുതുപുത്തം പോലൊക്കെ ഇരിക്കും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയണേ, നമ്മൾ ജീൻസൊക്കെ എല്ലാവരും മിക്ക ആൾക്കാരും ജീൻസ് ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ. അന്നേരം നമ്മൾ ഒരു ചെളി ആയി കഴിഞ്ഞാൽ നമ്മളത് കഴുകണം. ചെളി ആയില്ല നമ്മുടെ വിയർപ്പേ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നൈറ്റ് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കവറിനകത്താക്കി നന്നായിട്ട് കെട്ടിവെക്കണം. സിപ്പ് ലോക്ക് കവറോ, എൻ്റെ ഈ പ്ലാസ്റ്റിക് കവറേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ആ പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മുടെ ഫ്രീസർ ഉണ്ടല്ലോ, ഫ്രിഡ്ജില്ലാത്ത വീടുകളുണ്ടാവില്ല, ഫ്രീസറിനകത്തോട്ട് ഒരു നൈറ്റ് വെച്ച് നോക്കൂ. പിന്നെ എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പം എടുത്തിട്ട് ആ തണുപ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇട്ടാൽ മതി. അങ്ങനെ ഉപയോഗിക്കാം. ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി, ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹൈപ്പ് ചെയ്യണേ എല്ലാവരും.